നേരിടുന്ന വിമർശനങ്ങളെ താൽക്കാലികമായൊന്ന് ശമിപ്പിക്കാനുള്ള നീക്കത്തിലാണ് BCCI. മലയാളി താരം സഞ്ജു സാംസന് അവസരം നൽകാത്തതിന്റെ പേരിൽ രൂക്ഷ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് BCCIയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമും. ബാറ്റിംഗിൽ ഒരു ബൗളറുടെ സ്ഥാനത്ത് പോലും അവസരം നൽകാത്ത ടീം മാനേജ്മെന്റിനെതിരെ മുൻ ഇന്ത്യൻ താരങ്ങൾ ഉൾപ്പെടെ ഇതിനോടകം രംഗത്തെത്തിയിരുന്നു. ബംഗ്ലാദേശിനെതിരെ പാകിസ്ഥാൻ വിജയം നേടിയതോടുകൂടി ഏഷ്യാകപ്പ് ഈ വർഷത്തെ ഫൈനലിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലായിരിക്കും ഞായറാഴ്ച ഏറ്റുമുട്ടാനായി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ശ്രീലങ്കയ്ക്കെതിരെ നടക്കാനായിരിക്കുന്ന മത്സരത്തിൽ യാതൊരു പ്രാധാന്യവും ടീം ഇന്ത്യയെ സംബന്ധിച്ച് നിലവിലില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇതുവരെയും ടീമിൽ അവസരം ലഭിക്കാത്ത താരങ്ങൾക്ക് ഇന്ന് പ്ലേയിങ് ലെവലിലേക്ക് അവസരം ലഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് എത്തുന്നത്. ഇതുവരെയും ടീമിൽ കളിക്കാതിരുന്ന താരങ്ങൾക്ക് അവസരം നൽകുന്നതിനൊപ്പം ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ ഫോറിലും ഇന്ത്യക്ക് വേണ്ടി കളിച്ച താരങ്ങൾക്കുള്ള വിശ്രമവും ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. മലയാളി താരം സഞ്ജു സാംസൺ ഇന്ന് ഓപ്പണിംഗിലേക്ക് എത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ കാണുമ്പോൾ അഭിഷേക് ശർമ്മയ്ക്ക് ഇന്നത്തെ മത്സരത്തിൽ വിശ്രമമായിരിക്കുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അഭിഷേക് ഗിൽ സഖ്യമായിരിക്കും ടീം ഇന്ത്യക്ക് വേണ്ടി ഇന്ന് ഓപ്പണിംഗിനായി എത്തുക. അഭിഷേക് ശർമ്മയ്ക്ക് പകരക്കാരനായി ജിതേഷ് ശർമ്മയെ ഇന്ന് പ്ലേയിങ് ലെവലിൽ ടീം ഇന്ത്യ കൊണ്ടുവരും. വരുൺ ചക്രവർത്തിക്ക് കുൽദീപ് യാദവിന് വിശ്രമം അനുവദിച്ച് പകരം അർഷ്ദീപ് സിംഗിനെ ബോളിംഗ് ലൈനപ്പിലേക്ക് ഇന്ന് കൊണ്ടുവരുമെന്നുള്ള റിപ്പോർട്ടുകളും കാണുന്നുണ്ട്. എന്തുതന്നെയായാലും സഞ്ജു സാംസൺ അവസരം നൽകാത്തതിന്റെ പേരിൽ കേൾക്കുന്ന വിമർശനങ്ങൾക്കെല്ലാം തന്നെ പ്രധാനമല്ലാത്ത ഒരു മത്സരത്തിലൂടെ മറുപടി നൽകാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇവിടെ BCCI നടത്തുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.